ഹലോ, നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ. അതുവരെ നെയിം എന്തായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, അങ്ങനെയായിരുന്നു നെയിം. അതിനുശേഷം ജനുവരി 1 പുതിയൊരു നെയിം ആവിഷ്കരിച്ചാണ് നീതി ആയോഗ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന് ചുരുക്കരൂപമാണ് നീതി ആയോഗ്. ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബർ നൽകിയ ശുപാർശയെ അടിസ്ഥാനമാക്കി പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് രൂപീകരിച്ചു. ആരുടെ ശുപാർശ അനുസരിച്ചാണ്? ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബർ നൽകിയ ശുപാർശ. ആസ്ഥാനം എവിടെയാണ്? നീതി ഭവൻ, സന്മത് മാർഗ്, ന്യൂഡൽഹി. സർക്കാരിൻ്റെ പദ്ധതികളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമിതിയാണ് നീതി ആയോഗ്. സർക്കാരിൻ്റെ പദ്ധതികളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമിതിയാണ് നീതി ആയോഗ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷനാണ് നീതി ആയോഗ്. ആദ്യ യോഗം നടന്നത് 2015 ഫെബ്രുവരി 8 ഈ ആദ്യ യോഗം ടീം ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യ യോഗം നടന്നത് എവിടെയായിരുന്നു? എന്നായിരുന്നു? 2015 ഫെബ്രുവരി 8. അതിനെ ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ ഘടന നോക്കാം നമുക്ക്. സ്ട്രക്ചർ. ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും. ഗവേണിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രികളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആണ് ഗവേണിംഗ് കൗൺസിലിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. പിന്നെ ആരാണ് CEO? BVR സുബ്രഹ്മണ്യം ആണ്. 2026 അത് നിധി ചിബ്ബറായിരുന്നു. നിധി ചിബ്ബറാണ് 2026 തൊട്ട്. ആദ്യ CEO സിന്ധു ശ്രീ ഗുള്ളർ ആയിരുന്നു. രണ്ടാമത് അമിതാഭ് കാന്ത്. നമുക്ക് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ വികസന മുൻഗണനകൾ നേടാൻ കേന്ദ്ര സംസ്ഥാനങ്ങളിലെ സജീവ സഹകരണം ഉറപ്പാക്കുക. കരുത്തുള്ള സ്ഥാപനങ്ങൾ, കരുത്തുള്ള രാജ്യം എന്ന ആശയത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം ഉപയോഗിക്കുക. ഗ്രാമതലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. പ്രത്യേകമായി നിർദ്ദേശിച്ച മേഖലകളിലെ വികസനം രാജ്യഹിതത്തിന് അനുസരിച്ച് നടത്തുക. സാമ്പത്തിക വളർച്ചയുടെ ലാഭം ലഭിക്കാത്ത വിഭാഗങ്ങൾ നേരെ നോക്കി വികസന അവസരങ്ങൾ സൃഷ്ടിക്കുക. ദീർഘകാല വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് കൂറുമാറ്റ നടപ്പാക്കലിന് ശ്രമിക്കുക. സമാന ചിന്താഗതികളുടെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഏകോപനത്തിലൂടെ നയം മുന്നേറ്റം കൈവരിക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ നമുക്ക് 2-3 പോയിൻറ്റ്സ് നോക്കാം. നീതി ആയോഗിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗ് ചെയർമാനും പിന്നെ പ്രധാനമന്ത്രിയും കൂടിയിട്ടാണ് നീതി ആയോഗിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8 അല്ലേ? എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കാം നമുക്ക്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യ സമ്മേളനം നടന്നതിൻ്റെ നെയിം എന്താ? ടീം ഇന്ത്യ. എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. വ്യവസായ സേവനങ്ങൾ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നീതി ആയോഗ് ലക്ഷ്യങ്ങൾ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നീതി ആയോഗിനെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകളാണ് ഇതിൽ. നീതി ആയോഗ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണെന്നാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ്? എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, ഡൽഹി പുതുച്ചേരി മുഖ്യമന്ത്രിമാർ, ഇവരൊക്കെയാണ്. നീതി ആയോഗത്തിൻ്റെ പ്രമുഖ വ്യക്തികളുടെ ചില പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. അരവിന്ദ് പനഗരിയ, ഇന്ത്യ, ദി എമർജിംഗ് ജിയാൻറ്റ്,
അടുത്ത ഇന്ത്യസ് ട്രേഡ് പോളിസി ദ 1990s ആൻഡ് ബിയോണ്ട്. പിന്നെ അമിതാഭ് കാന്തിൻ്റെ ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി. അടുത്തത് ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. സുമൻ ബറി പ്രസിഡൻ്റാണ്, പ്രസിഡന്റ് ജനറൽ കൗൺസിൽ ആൻഡ് വൈസ് ചെയർമാൻ നീതി ആയോഗ്. ശ്രീ ജയന്ത് സിംഗ് ഡയറക്ടർ ജനറൽ നീതി ആയോഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് മാത്രമാണ്, ഇത് മാത്രമാണ് നീതി ആയോഗിന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.